Okay, good evening all. Welcome to the free live webinar session of Smart FX. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്തായിരുന്നു ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഇൻട്രൊഡക്ഷൻ ടു ഫോറക്സ് ട്രേഡിംഗ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോറക്സ്, എന്താണ് കറൻസി പെയർസ്, അതുപോലെ എന്തൊക്കെ അനാലിസിസ് ആണ് നമ്മൾ ഫോറക്സ് ട്രേഡിംഗിൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ടൈമിംഗ് എങ്ങനെയാണ് ട്രേഡിങ്ങിന്റെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത്. അതുപോലെ സ്പ്രെഡ്, പിന്നെ അങ്ങനെ ബേസിക് ആയിട്ടുള്ള ടേമുകൾ, സ്പ്രെഡ്, പിപ്പ്, അതുപോലെ സ്വാപ്പ് ചാർജ് എന്താണ്, അങ്ങനെയുള്ള ടേംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നതാണ് എന്ത്, റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് സ്മാർട്ട് എഫക്ട്സിലെ സോഷ്യൽ മീഡിയ പേജസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് സ്മാർട്ട് എഫക്ട്സ് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലൊക്കെ നമ്മളെ പേജസ് ഉണ്ട്. നിങ്ങൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അതിനു മുന്നേ ഞാനൊന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ സെഷനിൽ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എൻ്റെ പേര് അഞ്ജലി. ഞാൻ സ്മാർട്ട് എഫക്ട്സിലെ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി നമ്മുടെ ടോപ്പിക്കാണ് റിസ്ക് മാനേജ്മെന്റ്. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ട്രേഡിംഗ് എന്ന് പറയുന്നത് റിസ്ക് അല്ലേ എന്ന് പറഞ്ഞ് പിന്മാറുന്ന കുറെ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ വരുന്നതാണ് റിസ്ക്. ആ റിസ്ക് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ടോപ്പിക്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിസ്ക് മാനേജ്മെന്റ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴായാലും അതിനെന്തുണ്ട്, റിസ്ക് ഉണ്ട്. എന്ന് വെച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ല. ആ റിസ്ക് എടുത്ത് നമ്മൾ അത് മാനേജ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, നമ്മൾ വിജയിക്കുന്നുള്ളൂ. അപ്പൊ എന്താണ് റിസ്ക് മാനേജ്മെന്റ്? റിസ്ക് മാനേജ്മെന്റ് എന്നത് ട്രേഡിങ്ങിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാത്ത മേഖലകളിൽ ഒന്നാണ്. എന്നാൽ ഇത് വിജയത്തിന്റെ ഏറ്റവും നിർണായകമായ ഒന്നാണ്. അപ്പൊ നമ്മൾ റിസ്ക് എടുത്താൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോവുകയുള്ളൂ. ഇനി നമ്മളെപ്പോഴും ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കേൾക്കുന്ന വാക്കാണ് എന്ത്, റിസ്ക്. ആ റിസ്ക് എടുത്ത് ബിസിനസ് ആയാലും എന്തുണ്ട്, റിസ്ക് ഉണ്ട്. ആ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിലാണ് കാര്യം അല്ലേ. അപ്പൊ നമുക്ക് ഇനി റിസ്ക് മാനേജ്മെന്റിലേക്ക് കടക്കാം. എന്തിനാണ് റിസ്ക് മാനേജ്മെന്റ് വേണ്ടത്? ട്രേഡിങ്ങിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നത്? നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, നമ്മൾ മുടക്കുന്ന ക്യാപിറ്റൽ എമൗണ്ട് എന്ത് ചെയ്യണം, നമുക്കത് എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, വലിയ ലോസസ് ഒന്നും, നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ലോസ് ഉണ്ടാവും, പ്രോഫിറ്റും ഉണ്ടാവും. ആ ലോസ് കുറച്ച് പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമുക്ക് എന്തിനാണ് റിസ്ക് മാനേജ്മെന്റ് വേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇറക്കുന്ന ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളത് സംരക്ഷിക്കണം. അതുപോലെ തന്നെ വലിയ ലോസസ് ഇല്ലാതെ നോക്കണം. പിന്നെ എന്ത് വേണം, ഒരു സ്ഥിരമായ ഒരു പ്രോഫിറ്റ്. ലോസിനേക്കാൾ കൂടുതൽ എന്ത് വേണം, നമുക്ക് പ്രോഫിറ്റ്, നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ആ ട്രേഡിങ്ങിലുള്ള ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിസ്ക് മാനേജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, പാലിച്ച് പോകണം. അടുത്തത്, എന്തിനാണ് ഫോറക്സ് ട്രേഡിങ്ങിൽ എന്താണ് റിസ്ക്? എപ്പോഴാണ് നമുക്ക് റിസ്ക് ഉണ്ടാവുക? നമ്മളെ മാർക്കറ്റിലെ ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ അല്ലെ, മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ എന്തുണ്ടാവുക, റിസ്ക് ഉണ്ടാവുക. അതുപോലെ നമ്മൾ റോങ് ഡിസിഷൻസ് എടുക്കുമ്പോൾ, തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെയൊക്കെ ഒരു റിസ്ക് തന്നെയാണ് വരുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് എന്ത് ചെയ്യുക, ഓവർ ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈ ലെവറേജ് എടുക്കുക. ലെവറേജ് എന്താന്നുള്ളത് കഴിഞ്ഞ വെബിനാറിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ടേംസ് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് എന്താണ് ലെവറേജ് എന്നൊക്കെ. അപ്പൊ അത് നമ്മൾ ലെവറേജിനെ പറ്റി അറിയാത്തൊരു ആ വെബിനാർ സെഷൻ ഒന്ന് നോക്കുക. ഇനി അപ്പൊ ഓവർ ട്രേഡിങ്ങും ഹൈ ലെവറേജ് എടുക്കുന്നതും എന്താണ്, റിസ്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് ലോസസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അതും എന്ത് തന്നെയാണ്, റിസ്ക് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം, അതാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി പ്രധാനപ്പെട്ട റിസ്ക് ടൈപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ വരുന്ന വാല്യൂസ്, ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതിനെയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയാം. അടുത്തത് ലെവറേജ് റിസ്ക്. നമ്മൾ എന്ത് ചെയ്യും, ലെവറേജ് എന്താ, നമ്മൾ ബ്രോക്കറിൽ നിന്ന് എമൗണ്ട് എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനാണ് ലെവറേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ലെവറേജ് എടുക്കുമ്പോൾ അതെന്താ, ഒരു റിസ്ക് തന്നെയാണ്. ദാറ്റ് ഈസ് ലെവറേജ് റിസ്ക്. അടുത്തത് സൈക്കോളജിക്കൽ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴാണ് അതൊരു റിസ്ക് തന്നെയാണ് അല്ലെ. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ട്രേഡ് ചെയ്യുക.
അടുത്തത് ലിക്വിഡിറ്റി റിസ്ക്. ലിക്വിഡിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തുണ്ടാവും, നമുക്ക് അവിടെ ഒരു എൻട്രി എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതും എന്താണ്, ഒരു റിസ്ക് തന്നെയാണ്. പിന്നെ വരുന്നത് സിസ്റ്റം ആൻഡ് ടെക്നിക്കൽ റിസ്ക്. നമുക്കറിയാം നമ്മൾ ഉണ്ടാകുന്ന നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്ന, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലത്തിനാണ് ടെക്നിക്കൽ റിസ്ക് എന്ന് പറയാം. ഇനി നമുക്ക് എങ്ങനെ ഈ റിസ്ക് മാനേജ് ചെയ്യാം, അതാണല്ലോ നമ്മുടെ ടോപ്പിക്. എങ്ങനെ നമ്മൾ റിസ്ക് മാനേജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും നമ്മൾ വെക്കും. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത പോയിന്റിൽ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. സ്റ്റോപ്പ് ലോസ് എന്താന്നൊക്കെ നമ്മൾ മുന്നേ ബേസിക് ആയിട്ടുള്ള ടേംസ് കവർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ കവർ ചെയ്താണ് സ്റ്റോപ്പ് ലോസ് എന്താന്നുള്ളതൊക്കെ നമ്മൾ കവർ ചെയ്തതാണ്. ആ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഇനി ലോട്ട് സൈസ് എന്ത് ചെയ്യുക, നിയന്ത്രിക്കാം. ലോട്ട് സൈസ് നമുക്കറിയാം എന്തുണ്ട്, സ്റ്റാൻഡേർഡ് ലോട്ട്, മിനി ലോട്ട്, മൈക്രോ ലോട്ട്, അങ്ങനെ അങ്ങനെ ലോട്ടിലെ സെഷൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അപ്പൊ എന്താണ്, ലോട്ട് സൈസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ബിഗിനർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ലോട്ട് തന്നെ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങുക. അപ്പൊ അതെന്ത് ചെയ്യും, വലിയ ലോസുകളിൽ നിന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ലോട്ട് സൈസ് നിയന്ത്രിക്കുക. അടുത്തത് എന്താണ്, ലെവറേജ് കുറയ്ക്കുക. ലെവറേജ്, ഹൈ ലെവറേജ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഇപ്പോഴും ഒരു ചെറിയൊരു ലെവറേജ് ഒക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. നെക്സ്റ്റ്, റിസ്ക് റിവാർഡ് റേഷ്യോ. റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന റിസ്ക് അതിനനുസരിച്ച് നമുക്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഒരു ചെറിയ, നമ്മൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 1:2 അങ്ങനെയുള്ള ഒരു അനുപാതത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു പെയർ മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഗോൾഡും US ഡോളർ അത് തമ്മിൽ ട്രേഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു പെയറിലും കൂടി നമ്മൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. അല്ലാതെ എപ്പോഴും ഒരു പെയറിൽ തന്നെ ഫോക്കസ് ചെയ്യാതിരിക്കുക. പിന്നെ മെയിൻ ആയിട്ട് എന്താണ്, ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും. നമ്മൾ ഡിസിപ്ലിൻ ആയിട്ടും അതുപോലെ തന്നെ ഒരു സ്ട്രാറ്റജിയിലും നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്, നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കുക. അതുപോലെ തന്നെ ഒരു ഹൈ ലെവറേജ് എന്ത് ചെയ്യുക, ഹൈ ലെവറേജ് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. പിന്നെ ബാക്കി വരുന്ന നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ലോട്ട് സൈസ്, ചെറിയൊരു ലോട്ട് സൈസ് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2. അതൊക്കെ നമ്മളൊരു ബിഗിനർ ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയൊരു ലോട്ട് സൈസ് ഒക്കെ എടുത്ത് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്ന് പറയാ, ബീജർ എന്ന് പറയാ. നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. കാരണം ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം, മാനേജ് ചെയ്തിട്ട് എന്ത് വേണം, ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം. ഇനി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ ചാർലി മോങ്കറിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മുടെ വാരൻ ബഫറ്റിനെ പറ്റി അറിയുന്നവർക്ക് ചാർലി മോങ്കറിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടായിരിക്കും. ചാർലി മോങ്കർ എന്ന് പറയുന്നത് ആരാണ്, ബഫറ്റിന്റെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു റിസ്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻവേർഷൻ തിങ്ക് ബാക്ക്വേർഡ്സ്. എന്ന് വെച്ചാൽ ഒന്നുമല്ല, നമ്മൾ എപ്പോഴും നമ്മൾ വിജയം ഞാൻ എങ്ങനെ വിജയിച്ചു എന്ന് നോക്കുന്നതിന് പകരം എന്താണ് ഞാൻ തോൽക്കാനുണ്ടായ കാരണം, എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, ആ തെറ്റ് പറ്റിയത് എന്താണെന്ന് അറിഞ്ഞ് പിന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ എപ്പോഴും ഞാൻ സക്സസ് ആയി അതിനെ മാത്രം ചിന്തിക്കാതെ എനിക്ക് എവിടെ ലോസ് വന്നു അതുകൂടി ചിന്തിച്ച് എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിച്ച് അതെന്ത് ചെയ്യുക, ആ മിസ്റ്റേക്സ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. അടുത്തൊരു പോയിന്റ് ആണ് സർക്കിൾ ഓഫ് കോമ്പിറ്റൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തറിയും എന്നതിനപ്പുറം നമുക്ക് എന്താണ് അറിയാത്തത് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഏരിയയിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ആവും. ഇപ്പൊ ട്രേഡിങ് നമുക്ക് അറിയില്ല, നമ്മൾ എന്ത് ചെയ്യും, ആ ട്രേഡിങ്ങിന്റെ ചെറിയ കാര്യങ്ങൾ തൊട്ടിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ച് പിന്നീടാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റുപറ്റി, അതെന്ത് ചെയ്യും, എന്തുകൊണ്ട് ആ തെറ്റുപറ്റി എന്ന് നമ്മൾ നോക്കി അത് പഠിച്ചു, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അടുത്തത് എന്താണ്, മാർജിൻ ഓഫ് സേഫ്റ്റി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മാർജിൻ, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മാർജിൻ വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ പ്രത്യേകിച്ച് ബിഗിനർക്ക് ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാർജിൻ ലെവൽ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നമുക്കധികം റിസ്ക് ഉണ്ടാവില്ല. അടുത്തതാണ് മെന്റൽ മോഡൽസ് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി തിങ്കിങ്. ചെന്നല്ല, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നോളേജ് വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാതെ നമുക്ക് ഒരുപാട് കൺസെപ്റ്റ്സും കൂടി നമുക്ക് അറിയുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രേഡിങ്ങിനെ നമ്മൾ നോക്കിക്കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൈക്കോളജി വൈസ് നോക്കും. അതുപോലെ തന്നെ പ്രോബബിലിറ്റീസ് എങ്ങനെയാണ്, ഒരു ട്രേഡ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള പ്രോബബിലിറ്റി നോക്കും. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, ട്രേഡ് ചെയ്യാനായിട്ട് നോക്കും.
ഓക്കെ, അതാണ് മെന്റൽ മോഡൽ ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി തിങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പേഷ്യൻസ് ആൻഡ് ഡിസിപ്ലിൻ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻ ട്രേഡിംഗ്. നമുക്ക് എന്താണ് പേഷ്യൻ്റ് ആയിരിക്കണം, പേഷ്യൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഡിസിപ്ലിൻ ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ഒരുപാട് തിടുക്കം കൂട്ടിയിട്ട് ആ ട്രേഡിങ്ങിൽ ഇറങ്ങിയിട്ട് ഒരുപാട് ലോസസ് വരാതെ നോക്കുക. നമ്മൾ എന്തായിരിക്കുക, പേഷ്യൻസ്, ക്ഷമയോടുകൂടി നിന്ന് നമ്മൾ ട്രേഡ് ചെയ്യുക, ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് അടുത്ത് കയറുന്നത് കണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കയറിയിട്ട് ഒരു തീരുമാനം എടുക്കാതിരിക്കുക. ഇപ്പോൾ ഇന്നിപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല എന്തെങ്കിലും കാരണം, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും അതേപോലത്തെ ഒരു ട്രേഡിംഗ് ചാൻസ് വരും. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ലാതെ പെട്ടെന്ന് തിരക്ക് പിടിച്ച് ട്രേഡ് ചെയ്ത് എന്ത് ചെയ്യാം, ലോസിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ദെൻ അവോയ്ഡിങ് ലെവറേജ് ആൻഡ് ഓവർ കോൺഫിഡൻസ്. എന്ത് ചെയ്യുക, ലെവറേജ് ഞാൻ നേരത്തെ പറഞ്ഞു, റിസ്ക് മാനേജ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ചെയ്യുക, ലെവറേജ് എന്ത് ചെയ്യുക, ഹൈ ലെവറേജ് എടുക്കാതിരിക്കുക. ഇപ്പം എന്ത് ചെയ്യുക, ലെവറേജ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഓവർ കോൺഫിഡൻസ് കൊടുക്കരുത്. ഓക്കെ, ഇനി ലൈഫ് ലോങ് ലേണിംഗ്. എപ്പോഴും പഠിച്ചോ, എപ്പോഴും അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ മാർക്കറ്റ്സിനെ പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ഹിസ്റ്ററി, പ്രോബബിലിറ്റി, റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യുക, അങ്ങനെ മെയിനായിട്ട് നമ്മൾ മാർക്കറ്റിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ട് ഇരിക്കുക. അപ്പൊ ഇതാണ്, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ചാർലി മോങ്കറിനെ പറ്റി അറിയാത്തവരുണ്ടായിരിക്കില്ല. അദ്ദേഹത്തിന്റെ ഒരു 7 പ്രിൻസിപ്പിൾസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. മെയിൻ റിസ്ക് മാനേജ്മെന്റിൽ വരുന്ന ഒരു 7 പ്രിൻസിപ്പിൾസ്. ഇനി നിങ്ങൾ എത്ര റിസ്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആകുമ്പോൾ, നമ്മൾ അത് എന്ത് ചെയ്യാമെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ 2% ഒക്കെ എന്താ ലോസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ചെറിയൊരു റിസ്ക്, അത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഈ ഒരു എക്സാമ്പിൾ നമുക്ക് കണ്ടറിയാം. നമ്മൾ 2% റിസ്ക് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ട്രേഡിലെ 10% റിസ്ക്കും എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് 2% റിസ്ക് ആണ് ഓരോ ട്രേഡിലും എടുക്കുന്നത്. അപ്പൊ നമ്മൾ $20,000 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട്. അപ്പൊ നമ്മൾ 2% റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, $400 ട്രേഡിന് ഇട്ടു. അങ്ങനെ ഒരു 90 ട്രേഡ്സ് കഴിയുമ്പോൾ നമുക്ക് താഴെ കാണാം, നമ്മൾ 2% റിസ്ക് എടുക്കുമ്പോൾ നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 30,000, അത് 13,903 രൂപയാണ് നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടാവുന്നത്. അതേസമയം ഈ $20,000 തന്നെ 10% റിസ്കിൽ എടുക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ലാസ്റ്റ് ഒരു 90 ട്രേഡ്സ് കഴിയുമ്പോൾ 3,002 രൂപയാണ് നമ്മൾ എന്തുണ്ടാവുന്നത്, നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന് എന്ത് മനസ്സിലായി, 2% റിസ്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലോസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ 2% റിസ്ക് എടുത്തപ്പോൾ 13,903 രൂപ നമ്മുടെ അക്കൗണ്ടിലുണ്ട്. പക്ഷെ 10% റിസ്ക് എടുത്തപ്പോൾ എത്രയാണ്, 3,002 രൂപയാണ് ഉള്ളത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണ്. റിസ്ക് മീൻസ് നമ്മൾ അത്രയും നമ്മൾ എക്സ്പേർട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. ബിഗിനർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഇനി റിവാർഡ് ടു റിസ്ക് റേഷ്യോ. നമ്മുടെ ലാഭസാധ്യത വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, റിസ്ക് ചെയ്യുന്നതിനേക്കാൾ 3 മടങ്ങ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ റിസ്ക് എടുത്തു, അതിനനുസരിച്ച് ഇപ്പോൾ ലോസ് ഉണ്ടായിക്കോട്ടെ, അതിനനുസരിച്ച് നമ്മൾ 3 മടങ്ങ് നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്യും, തിരിച്ച് നമുക്ക് കിട്ടണം. അങ്ങനെയുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡ് ചെയ്ത് പോകണം. ദാറ്റ് ഈസ് റിസ്ക് റിവാർഡ് റേഷ്യോ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ട്രേഡ് ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്കൊരു $1,000 ലോസ് വന്നു. പക്ഷെ പിന്നീട് നമുക്കതൊരു $3,000 ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെയും നമുക്കൊരു 1,000 രൂപ ലോസ് ചെയ്തു, പിന്നെ 3,000 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അങ്ങനെ ചെയ്ത് നമുക്കറിയാം, നമുക്ക് ലോസ് വരുന്നത് ഇവിടെ ഒരു 5,000 രൂപത്തോളം ലോസ് വരുന്നുണ്ടെങ്കിലും നമ്മൾ പിന്നെ ആ ട്രേഡ് ചെയ്തിട്ട് 15,000 രൂപത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് എടുക്കുന്നുണ്ട്. ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, എത്ര രൂപ ലോസ് ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിൽ മടങ്ങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ്, നമുക്ക് എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ എന്തായാലും ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മളെപ്പോഴും നമ്മൾ എന്താണ്, പ്രോഫിറ്റ് മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. പ്രോഫിറ്റ് മാത്രം കാണാതെ നമുക്ക് ലോസസ് ഉണ്ടാവും. പക്ഷെ ആ ലോസ് എന്ത് ചെയ്യണം, ലോസ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അത് മാനേജ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതിനെന്താണ്, റിസ്ക് മാനേജ്മെന്റ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഹൈ ലെവറേജ് എടുക്കാതെ ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട പോയിന്റ്സ്. ഓക്കെ,
അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് റിസ്ക് മാനേജ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ, ചെറിയൊരു ടോപ്പിക്കാണ് റിസ്ക് മാനേജ്മെന്റ്. നമ്മൾ ഫസ്റ്റത്തെ സെഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും പറഞ്ഞു. പിന്നെ അതിൽ നമ്മൾ ടേംസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തു പോയി. അടുത്ത സെഷനിൽ നമുക്ക് വന്നതാണ് റിസ്ക് മാനേജ്മെന്റ് എന്താണെന്നുള്ളതാണ്. റിസ്ക് മാനേജ്മെന്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചെറിയൊരു ടോപ്പിക്കാണെന്ന് നമ്മൾ കവർ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കാം. ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടോളൂ. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. റിസ്ക് മാനേജ്മെന്റ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു. റിസ്ക് മാനേജ്മെന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി അടുത്ത വീക്കിൽ നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോകുന്നു. ആദ്യം നമ്മൾ ബേസിക്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു, പിന്നെ റിസ്ക് മാനേജ്മെന്റ്. ഇനി നമുക്ക് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ്, അങ്ങനെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത സെഷനിൽ കാണാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വെബിനാർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.